മറുഭാഗത്താണെങ്കിൽ താങ്കൾ ഇപ്പോൾ പിണറായി സത്തെക്കുറിച്ച് പറഞ്ഞു, സംസ്ഥാന സർക്കാരിനെതിരായി വികാരം പറഞ്ഞു. പക്ഷേ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയത് അതൊക്കെ മറികടക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്ന് തോന്നുന്നുണ്ടോ? സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം അതിനെക്കുറിച്ച് എന്താണ് സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം? പുള്ളി നന്നായിട്ട് സംസാരിക്കും, ഭാഷ അറിയും, വടി വെച്ച അക്ഷരത്തിൽ ടക്ക് 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് വരും. എന്ത് കാര്യം ഈ നിലമ്പൂരിൻ്റെ ഈ വിഷയത്തിൽ എന്തിൽ ഇടപെട്ടു? അതായത് നാട്ടുകാരെന്നാണല്ലോ പറയുന്നത്. എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോൾ ഞാൻ അവിടുത്തെ തന്നെ 3 കൊല്ലമായിട്ട് ഞാൻ അവിടെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളൊക്കെ ചാനലിൽ ഇത് വന്നല്ലോ. ഒരു ബന്ധവും ഈ നാട്ടിലെ വിഷയമായിട്ട് ഇല്ലല്ലോ. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമല്ലേ. ഈ ബൈപ്പാസ് ഇങ്ങനെ ഈ പറയുന്ന മരുമോൻ ഈ കോലത്തിൽ കുട്ടിച്ചോറാക്കിയിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന വീട്, ആദ്യം താമസിച്ചിരുന്ന വീട് ഈ മലയോരത്ത് അവിറ്റാനുള്ള ടൗണിലേക്ക് വന്ന് അവിടുന്ന് നേരെ മുണ്ടേരിയിൽ നിന്നാണ് വയനാട്ടിലേക്കുള്ള നമ്മൾ പറഞ്ഞിരുന്ന മലയോര പാത. അത് റിയാസ് വെട്ടി തുരങ്കാക്കിയപ്പോൾ ഒരു വാക്ക് ഉച്ചരിച്ചോ? ഈ പോലീസ് ഈ തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് ഒരു വാക്ക് പറഞ്ഞോ? ഈ മലയോര മനുഷ്യനെ ഈ കോലത്തിൽ ഈ ആനയും ഈ കടുവയും കടിച്ചു കീറി ചവിട്ടി കൊല്ലുമ്പോൾ അരുത് കാട്ടാള എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം എപ്പോഴും വെള്ളപൂശ. മൃഗങ്ങളല്ലേ, കാട്ടിൽ നിന്ന് ദാഹിച്ചാൽ പുറത്തേക്ക് വരില്ലേ? അബദ്ധവശാൽ അതിൻ്റെ മുന്നിൽ മനുഷ്യൻ പെട്ടാൽ അത് ആക്രമിക്കില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും ഈ ഗവൺമെൻറ്? ഞാൻ പറയുന്ന ഭാഷയല്ല, ഒന്നും കൂടി അച്ചടി ഭാഷയാണ്. ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എക്സിസ്റ്റൻസാണ് പ്രശ്നം, നിലനിൽപ്പാണ്. അതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ 23 വൈകുന്നേരം ആവണ്ട, വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂറിൽ വിവരം നിങ്ങൾ അറിയും. റിയാസിൻ്റെ പേര് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, മന്ത്രി റിയാസിൻ്റെ പേര്. മന്ത്രി റിയാസിന് എന്താണ് താങ്കളോട് വിരോധം? മലബാറിൽ നിന്നൊരു പുതിയ നേതാവ് ഉയർന്നു വരുന്നു എന്നതുകൊണ്ടായിരിക്കുമോ? അല്ല, നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ എനിക്കതിൽ ഒരുപാട് വിമർശനം എഴുതിയിട്ടുള്ള ആളുകളാണല്ലോ. ഇവിടെ കടന്നൽ രാജ എന്ന് പേരിട്ടത് ഇവിടുത്തെ നല്ല സഖാക്കളാണ്. ഞാൻ നടത്തിയൊരു പോരാട്ടം, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്. 2011 ഞാൻ മത്സരിക്കുമ്പോൾ 100 ചില്ലാൻ കോടി റുപ്യേൻ്റെ ആസ്തി എനിക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് ആ കടലാസ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതൊന്ന് ഞാൻ 57 കോടിയിലെത്തി. ഇനി 25 കോടി എനിക്ക് കടുവാ. മനസ്സിലായോ? നമ്മൾ പഠിച്ച രാഷ്ട്രീയം, നമ്മളെ കാക്കക്കാരണവന്മാർ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊരാൾ ഈ രീതിയിൽ സഖാക്കൾ എന്നെ ഇഷ്ടപ്പെട്ടു വന്നാൽ ഈ മലബാറിൽ നിന്ന് നാളെ വിദൂര ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തടസ്സമായിട്ട് അദ്ദേഹത്തിനെ കാണാണ്. അത് അവർ വളരെ പ്ലാൻഡാണ് എന്നുള്ളത് 21 തെരഞ്ഞെടുപ്പിൽ പിണറായി വോട്ട് ചെയ്യിക്കാൻ പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. കോടിയേരി സഖാവിനെ അവർ പറഞ്ഞു വിട്ടിട്ടില്ല, ഒരാളുണ്ടായിട്ടില്ലല്ലോ. പക്ഷെ അന്നൊന്നും അത് മനസ്സിലായില്ല എനിക്ക്. ആദ്യത്തെ 1-2 വർഷം ഞാൻ വളരെ അടുപ്പായിരുന്നു റിയാസായിട്ട്. പിന്നെയാണ് കാര്യങ്ങൾ. നിങ്ങൾ നോക്കൂ, കേരളം മുഴുവൻ അദ്ദേഹം ടൂറിസം പദ്ധതികൾ ഉണ്ടാക്കി. 100 രൂപ നിലമ്പൂർക്ക് തന്നിട്ടില്ലല്ലോ. ബൈപ്പാസ് തടസ്സപ്പെടുത്തി, ആശുപത്രിയുടെ സ്ഥലമെടുപ്പ് തടസ്സപ്പെടുത്തി, കോളേജിൻ്റെ അക്വിസിഷൻ തടസ്സപ്പെടുത്തി. പിന്നെ ഏറ്റവും വലിയ വിഷയം മരത്തിൻകടവ് പാലം എന്ന് പറയുന്നത്, വഴിക്കടവിൻ്റെ നിന്ന് മുണ്ടയിൽ നിന്ന് നമ്മുടെ മൂത്തടത്തേക്ക് കിടക്കുന്നൊരു പാലമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അടക്കം കഴിഞ്ഞതാണ്. നിലമ്പൂർ കളത്തുംകടവിലെ ഒരു റെഗുലേറ്റർ കം പിടിച്ച് 147 കോടി രൂപ പ്രൊജക്റ്റാണ്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് എന്താ പറയുക, ഫണ്ട് സാങ്ഷൻ ആവേണ്ടതാണ്. കാരണം നിലമ്പൂർ അങ്ങാടിയിലെ ആ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടിയിലെ വെള്ളക്കെട്ട് പോലും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിലമ്പൂർ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വെള്ളത്തിന് പ്രശ്നം വരാറുണ്ട്. ആ അണക്കെട്ട് വന്ന ആ പ്രദേശത്ത് മുഴുവൻ വെള്ളമായിരുന്നു, കാർഷിക മേഖല ഉണരുമായിരുന്നു. ഇങ്ങനെ പരമപ്രധാനമായിട്ട് നാളെ ജനങ്ങളുടെ മനസ്സിലേക്ക് അകത്തേക്ക് കയറുന്ന കാര്യങ്ങൾ മുഴുവൻ 21, 26 എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. 16, 21 വളരെ സ്മൂത്തായിരുന്നു. പക്ഷേ ഇവൻ മരുമകനായി വീട്ടിൽ വന്ന് കയറിയതിൻ്റെ മാസങ്ങൾക്കാണ് കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു അൻവർ ഇവിടെ വളരണ്ട. കാരണം അദ്ദേഹം വെട്ടി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ജയരാജന്മാരെ വെട്ടി നിരത്തി, കോഴിക്കോട് ആദ്യം കരീം ഖാനെ വെട്ടി, പിന്നെ മോഹനമാഷ വെട്ടി, പ്രദീപ് കുമാറിനെ ഇവിടുന്ന് പ്യൂണിൻ്റെ പണിയും കൊടുത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. മനസ്സിലായോ? ഗഗാറിനെ പാർട്ടി സെക്രട്ടറിനെ വയനാട്ടിൽ വെട്ടി, ആരെ വട്ടം ബാക്കി? അപ്പം എന്നെ അങ്ങനെ വെട്ടാൻ കഴിയില്ല. ഞാൻ പാർട്ടിയിലില്ല, ഞാൻ പാർട്ടിയിലില്ലാത്തൊരു സഖാവായി പോവുകയാണ്. അപ്പം എന്നെ വെട്ടാൻ എന്താ മാർഗം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ് വർക്കുകൾ നിലമ്പൂരിൽ ഇല്ലാതാക്കുക. പക്ഷെ എന്നെ വെട്ടിയപ്പോൾ അവിടുത്തെ 3.5-4 ലക്ഷം ജനമുണ്ട് അവിടെ. അവരുടെ ജീവിതമാണ് ഈ ചങ്ങാതി വഴിമുട്ടിച്ചത്. മനസ്സിലായോ? അതൊക്കെ അവസാനത്തെ ചോദ്യമാണ്. താങ്കൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു, കാന്തപുരം ഉസ്താദിനെ കണ്ടു, ക്രിസ്ത്യൻ നേതാക്കളെയൊക്കെ കണ്ടു. അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ?
അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയം അവർക്കൊക്കെ അറിയാലോ. അവരും സാമൂഹിക സാമുദായിക നേതാക്കളാണല്ലോ. ഒരു സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുന്ന വിഷയമാണ് ഈ അനിമൽ അറ്റാക്ക്. അവർ പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുമോ? മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുമോ? നിങ്ങൾ പറയുന്ന എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് പറയാതിരിക്കുമോ? പറ്റുമോ? അത്ര കണ്ടാൽ മതി തന്നെ. അല്ല, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അത് അണ്ടർസ്റ്റുഡാണ്. അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. ഓക്കെ, ഏതായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവർ. 75,000 വോട്ട് നേടുമെന്ന ആത്മവിശ്വാസം ഈ അവസാന സമയവും പങ്കുവെക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.